നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെനർ ഡയോഡ് റെഗുലേറ്ററാണ്. സെനർ ഡയോഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സെനർ ഡയോഡാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 5.6 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ്. 5.6 വോൾട്ട് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരിക. പിന്നെ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഒരു വേരിയബിൾ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്. 0 to 30 വരെ വേരി ആവുന്ന ഒരു വേരിയബിൾ പവർ സപ്ലൈ. പിന്നെ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 330 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 1K വേരിയബിൾ റെസിസ്റ്ററാണ്. നമുക്കത് റിയോസ്റ്റാറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാബിൽ ചെയ്തത് റിയോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ റിയോസ്റ്റാറ്റ് നിങ്ങൾക്കറിയാം, റിയോസ്റ്റാറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ റിയോസ്റ്റാറ്റിന് 2 ഫിക്സഡ് ടെർമിനലുണ്ടാവും, പിന്നെ ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഉണ്ട്. ആ സ്ലൈഡിങ് കോണ്ടാക്റ്റിൽ ഒരു കണക്ഷൻ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ടെർമിനലും ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റുമാണ് നമ്മൾ ഔട്ട് എടുക്കേണ്ടത്. അല്ലാതെ 2 ഫിക്സഡ് തമ്മിൽ കണക്ഷൻ കൊടുക്കാൻ പാടില്ല. ഇവിടെ കണക്ഷൻ കൊടുക്കരുത്. ഒരു ഫിക്സഡും ഒരു സ്ലൈഡിങ്ങും. അത് നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു വേരിയബിൾ റെസിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോ ഓമിൻ്റെ റിയോസ്റ്റാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അമീറ്റർ സീരീസ് ആയിട്ടും വോൾട്ടിമീറ്റർ സെനർ ഡയോഡിന് പാരലായിട്ടും, പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടിമീറ്റർ ഇൻപുട്ട് സോഴ്സിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡിസൈനിലേക്ക് പോകാം. ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ, ഒന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ 5.6ൻ്റെ സെനർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5.6 വോൾട്ട് കിട്ടണമെന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോഡ് എന്ന് പറഞ്ഞാൽ ആ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ ലോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് നിങ്ങളുടെ ലോഡ് എന്ന് പറയുന്നത്. ഈ ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ ആയിട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. 5 മില്ലി ആംപിയർ കറണ്ടാണ് ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് റിക്വയർമെൻറ്റിലെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യുന്നത് +10 ± 3 ആണ്. അതായത് 7 വോൾട്ടിനും 13 വോൾട്ടിനും ഇടയ്ക്കാണ് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. സോ 7 to 13 വോൾട്ടേജിൽ ഞാൻ ഇൻപുട്ടുകൾ വേരി ചെയ്താലും എനിക്ക് എന്ത് വേണം, എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 5.6ഉം ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയറും വരണം. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് റെഗുലേറ്ററായി മാറുക. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഡിസൈനിങ് ആണ് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സെനർ എന്ന് പറയുന്നത് 5.6 വോൾട്ടിൻ്റെ സെനറാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ VZ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് 5.6 ആയിരിക്കും. അതേപോലെ തന്നെ IZ എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആണ്. 10 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10 മില്ലി ആംപിയർ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന 10 മില്ലി ആംപിയർ കറണ്ട് സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സർക്യൂട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് 8 ഓം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ, മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 400 മില്ലി വാട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് IZ 10 മില്ലി ആംപിയറും VZ 5.6ഉം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് നമുക്കത് എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ലോഡ് നമ്മളിതിൻ്റെ ഡിസൈനിലേക്ക് വരികയാണ്. ഇതിൻ്റെ അകത്ത് ആകെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് 2 പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ സീരീസ് റെസിസ്റ്ററും, പിന്നെ ഒന്ന് നമ്മുടെ ലോഡ് റെസിസ്റ്ററും. അപ്പോൾ ആദ്യം നമുക്ക് ലോഡ് റെസിസ്റ്ററിൻ്റെ ഡിസൈൻ നോക്കാം. ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് RL എന്ന് പറയുന്നതിന് എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലോഡ് കറണ്ട് എന്ന് എഴുതാം. ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്കറിയാം 5.6 ആണ്. ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 മില്ലി ആംപിയർ ആയിട്ടാണ് നമ്മൾ ലോഡ് കറണ്ട് നമ്മൾ എടുത്തത്. തൊട്ടിവിടെ നമ്മൾ ഡിസൈൻ റിക്വയർമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, ലോഡ് കറണ്ട് എനിക്ക് വേണ്ടത് 5 മില്ലി ആംപിയർ ആണ്. സോ 5.6 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 കിലോ ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ 1 കിലോ ഓമിൻ്റെ റിയോസ്റ്റാറ്റ് നമ്മൾ സർക്യൂട്ടിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസൈൻ ഓഫ് സീരീസ് റെസിസ്റ്റൻസ് RS. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കറണ്ടിനെ ജസ്റ്റ് ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീരീസ് റെസിസ്റ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ്റെ അകത്ത് നമുക്ക് 2 പോസിബിലിറ്റീസാണ് വരിക. ഒന്ന്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്നത് 13 വോൾട്ടാണ്. 13 വോൾട്ട് വരുന്ന സമയത്ത് RS എത്ര നമ്മൾ ചൂസ് ചെയ്യണം. അതേപോലെ തന്നെ 7 വോൾട്ട് ഏറ്റവും മിനിമം വാല്യൂ, ലോവസ്റ്റ് വാല്യൂ 7 വോൾട്ട് വരുന്ന സമയത്ത് RSന് ഏത് വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും
അതാണ് രണ്ട് എക്സ്ട്രീം പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ വേണം നമ്മൾ റെസിസ്റ്ററിൽ ചൂസ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർ എസ് മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എപ്പോഴാണ് വി ഇൻ മാക്സ് ആകുമ്പോഴാണ്, ഇൻപുട്ടിന് മാക്സിമം വാല്യൂ ആകുമ്പോൾ, അതായത് ഇൻപുട്ടിന് 13 വോൾട്ട് വരുമ്പോൾ. ഇപ്പോൾ ആർ എക്സ് മാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റെസിസ്റ്ററിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഈ റെസിസ്റ്ററിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് സെനഡയോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. സെനഡയോഡാണ് അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതോ നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന സപ്ലൈ വോൾട്ടേജ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്ലൈ വോൾട്ടേജ് മൈനസ് ജനറൽ വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ വി ഇൻ മൈനസ് വി സെഡ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ വിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വി ഇൻ മാക്സ്, അത് 13 ആണ്. റൈറ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജനറലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, അത് 5.6 ആണ്. സോ 13 മൈനസ് 5.6 ഡിവൈഡഡ് ബൈ ഐ എസ് എന്ന് പറഞ്ഞാൽ ഈ സോഴ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഐ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സെനറിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാക്സിമം കറണ്ട് നമ്മൾ എടുക്കുന്നത് 10 മില്ലി ആംപിയർ ആയിരുന്നു. അതേപോലെ തന്നെ ലോഡിൽ കൂടെ നമ്മുടെ ഡിസൈൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് ലോഡിൽ കൂടെ നമുക്ക് കിട്ടേണ്ട കറണ്ട് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 മില്ലി ആംപിയർ പ്ലസ് 5 മില്ലി ആംപിയർ ആണ് അല്ലേ. കിർച്ചോഫ് കറണ്ട് ലോ, ഈ പോയിൻറ്റിൽ കൂടെ വരുന്ന കറണ്ടിൻ്റെ ഒരു പോർഷനാണല്ലോ ഇങ്ങോട്ടും ഒരു പോർഷൻ ഇങ്ങോട്ടും പോകുന്നത്. സോ സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 മില്ലി ആംപിയറും ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെനറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 10 മില്ലി ആംപിയറും ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 മില്ലി ആംപിയർ ആണെങ്കിൽ ഇവിടുന്ന് വരുന്ന ടോട്ടൽ കറണ്ട്, സോഴ്സിൽ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 15 മില്ലി ആംപിയർ ആയിരിക്കണം. ഓക്കെ, 15 മില്ലി ആംപിയർ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് 15 മില്ലി ആംപിയർ. ഐ എസ് എന്ന് പറയുന്നത് 15 മില്ലി ആംപിയർ. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 13 വോൾട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 493 ഓം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ 7 വോൾട്ട് മിനിമം വോൾട്ടേജിൻ്റെ കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് 93 വോൾട്ട് കിട്ടും. അങ്ങനെ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ എന്ന രീതിയിലാണ് നമ്മൾ 330 ഓം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളത് 2 ടൈപ്പ് റെഗുലേഷനാണ്. ഒന്നിനെ നമ്മൾ ലൈൻ റെഗുലേഷൻ എന്ന് പറയും, പിന്നെ ഒന്ന് ലോഡ് റെഗുലേഷൻ. നിങ്ങൾ ഇതിൻ്റെ തിയറിയൊക്കെ വൃത്തിക്ക് പഠിച്ചതായിരിക്കും. ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈനിൽ വരുന്ന വേരിയേഷനെ എങ്ങനെയാണ് ജനർ ഓവർകം ചെയ്യുന്നതെന്നാണ് ആക്ച്വലി ലൈൻ റെഗുലേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോഡ് കറണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഇപ്പോൾ ലോഡിൽ കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡിസൈൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഡിസൈൻ അനുസരിച്ചുള്ള ഡിസൈൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് 5 മില്ലി ആംപിയർ കറണ്ട് ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലോഡിലെ കറണ്ട് 5 മില്ലി ആംപിയറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ഗ്രാജുവലി വേരി ചെയ്യുന്നു. ഇപ്പോൾ ഇൻപുട്ട് നമുക്ക് 0 മുതൽ വേരി ചെയ്യേണ്ട ആവശ്യമില്ല. ജനറിൻ്റെ റെഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് മുതൽ വേരി ചെയ്താൽ മതി. ഇപ്പോൾ 5.6 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5.6 കഴിഞ്ഞിട്ടുള്ള വാല്യൂവിൽ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു 6 വോൾട്ട് മുതൽ മേലേക്ക് എടുത്താലും മതി. വിന് പതിയെ വേരി ചെയ്യുക, അതിനനുസരിച്ച് വി ഔട്ട് മാർക്ക് ചെയ്യുക. അപ്പം ശരിക്കും നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് എപ്പോഴും വേണ്ടത് വിൻ നമ്മൾ എത്ര കണ്ട് വേരി ചെയ്താലും വി ഔട്ട് 5.6ൽ തന്നെ നിൽക്കണം. അതാണ് നമുക്ക് വേണ്ട ഒരു ഗുഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞതാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ 5.6ന് മുകളിലുള്ള വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ 7 മുതൽ 13 വരെ ഇപ്പോൾ 13 വോൾട്ടേജ് നിങ്ങൾ കൊടുത്താലും നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 5.6ൽ തന്നെ നിൽക്കണം. അതാണ് ഒരു നല്ലൊരു റെഗുലേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തിയററ്റിക്കലി നമ്മളങ്ങനെ പറയുമെങ്കിലും പ്രാക്ടിക്കലി ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിന് ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു കർവ് കാണിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്തോറും ഔട്ട്പുട്ടിന് ഒരു ചെറിയൊരു ഇൻക്രീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ലൈൻ റെഗുലേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്ന ചേഞ്ച് ടു ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്, ഈ റേഷ്യോ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഈ കർവ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കർവിൽ നിന്ന് നിങ്ങൾക്ക് 2 പോയിൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷനും അതേപോലെ തന്നെ
ഇൻപുട്ടിൽ വരുന്ന വേരിയേഷന് അതിൻ്റെ തമ്മിലുള്ള റേഷ്യോ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ലൈൻ റെഗുലേഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളതാണ് ലോഡ് റെഗുലേഷൻ. ഇപ്പോൾ ലോഡ് റെഗുലേഷൻ ചെയ്യാൻ വേണ്ടി ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലോഡ് കറണ്ട് ലോഡിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ ലോഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വേരി ചെയ്താലും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. ലോഡിൽ ഇപ്പം ഞാൻ 5 ഓം കൊടുത്താലും 10 ഓം കൊടുത്താലും 1 കിലോ ഓം കൊടുത്താലും എല്ലാത്തിലും എന്ത് വേണം, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകണം. അതാണ് ഒരു നല്ലൊരു റെഗുലേറ്റർ എന്ന് പറയുന്നത്. ലോഡിന് ഇറസ്പെക്റ്റീവ് ആയിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ലോഡ് കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിനും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോഡ് റെഗുലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് റെഗുലേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ 10 വോൾട്ടേജിൽ തന്നെ വെക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലോഡ് പതിയെ വേരി ചെയ്യുകയാണ് ചെയ്യുക. ലോഡ് കറണ്ട് നമ്മൾ വേരി ചെയ്യുക. അപ്പോൾ ലോഡ് കറണ്ട് വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലോഡ് നമ്മൾ മാക്സിമം ലോഡിലിടും. മാക്സിമം ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയോസ്റ്റാറ്റ് നമ്മൾ വേരി ചെയ്തിട്ട് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്ന പോയിന്റിൽ നമ്മൾ വെക്കും. അതിനെയാണ് നമ്മൾ നോ ലോഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം റെസിസ്റ്റൻസ് വരുന്ന കേസിനാണ് നമ്മൾ ലോഡ് ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം മാക്സിമം റെസിസ്റ്റൻസിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് പതിയെ കുറയ്ക്കുന്നു. അപ്പോൾ പതിയെ കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് ലോഡ് കറണ്ടിന് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ടുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് നമ്മുടെ ഡിസൈൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് 10 മില്ലി ആംപിയർ അല്ല 5 മില്ലി ആംപിയറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ 5 മില്ലി ആംപിയർ വരെയുള്ള റീഡിങ്, ലോഡ് കറണ്ട് 5 മില്ലി ആംപിയർ കിട്ടുന്നിടം വരെയുള്ള റീഡിങ്ങുകൾ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പോയിൻ്റ് കിട്ടും. ഒന്ന് നോ ലോഡ് എന്ന് പറയുന്നൊരു കണ്ടീഷനും പിന്നെ ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ 5 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ ഫുൾ ലോഡ് എന്ന് പറയുക. നോ ലോഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഏറ്റവും മാക്സിമം ഉള്ള പോയിൻറ്റ്. സോ ആ 2 വോൾട്ടേജുകൾ മെഷർ ചെയ്യുക. നോ ലോഡ് മൈനസ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ നോ ലോഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് റെഗുലേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ഇത്രയാണ് നമുക്ക് സെനർ ഡയോഡിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്.